ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഷാനോ സ്റ്റോക്സ്. ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആട് 3 ഞാൻ OTT കണ്ടു. തിയേറ്ററിൽ പോയി കാണാമെന്ന് വിചാരിച്ചപ്പോൾ കണ്ട കൂട്ടുകാരന്മാരെ പറഞ്ഞു, അറിയാ പോയി കാണരുത്, പൈസ വേസ്റ്റ് ആണ്. ശരി, ഇപ്പോൾ OTT വരുന്നവരെ കാണാം എന്ന് വിചാരിച്ചിരുന്നു. OTT വന്നു, കണ്ടിട്ട് ആഫ്റ്റർ OTT സ്പോയിലർ റിവ്യൂ പറയാനായിട്ടാണ് ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ വീഡിയോയിലേക്ക് പോകാം. ലെറ്റ്സ് ഗെറ്റ് എന്റർടൈൻഡ്. ആട് 3യുടെ റിവ്യൂ പറയാൻ എളുപ്പമാണ്. കാര്യമായിട്ടുള്ള കോമഡിയും കാര്യമൊന്നുമില്ല. പഴയ ആട് 1 ആട് 2 വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആട് 2 കോമഡി പരമായ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. ആട് 1 ആണ് ബട്ട് ഓൾമോസ്റ്റ് എല്ലാവരുടെയും ഫേവറേറ്റ്. ആട് 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി ഈ പടം എടുത്തെന്ന് സത്യം പറഞ്ഞാൽ അറിയത്തില്ല. എന്തിനുണ്ടാക്കാൻ ആട് 1ലും 2ലും ക്യാരക്ടേഴ്സിനെ കൊണ്ടുവരുന്നു, BGM ഇടുന്നു, അവരുടേതായ BGMും കാര്യങ്ങളും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഇടുന്നു, ഒരു സിറ്റുവേഷൻസ് ഉണ്ടാക്കുന്നു, മറ്റേ ലോക യൂണിവേഴ്സ് കണക്കത്തെ എന്തോ ഫ്യൂച്ചറിൽ എന്തൊക്കെ കാണിക്കുന്നു, ടൈം ട്രാവലും മറ്റേത് മറിച്ചെന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്നു. എന്നിട്ട് അവരെ മണ്ടന്മാരുടെ രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, ആദ്യമേ ഇത് ആ ഒരു ലെവലിലാണ് കാണിക്കുന്നത്. പക്ഷെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആട് 1ല് ഷാജി പാപ്പനും അബുവും ഇത്ര മണ്ടന്മാരല്ലായിരുന്നു. ആട് 2ല് കുറച്ചും കൂടെ മണ്ടന്മാരാക്കി. ആട് 3 ആയപ്പോ ഇവരെ തലയിൽ മൂളയേ ഇല്ല, തലച്ചോറേ ഇല്ലാത്ത കണക്കാക്കി കാണിച്ചായിരുന്നു. എന്തിനിപ്പം ഇങ്ങനൊരു പടം എടുത്തു എന്നാണ് എനിക്ക് ചോദിക്കാറുള്ളത്. ഒരാവശ്യമില്ലായിരുന്നു. പോരാത്തന്നെ ഈ സാധനത്തിന്റെ 3rd പാർട്ടും കൂടെ, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് ക്യാരക്ടേഴ്സിനെയൊക്കെ കൊണ്ടുവന്നിരുന്നു. എനിക്ക് തോന്നുന്ന സ്റ്റോറി ലൈനിൽ ലോകയുടെ സംഭവം നല്ലപോലെ ഇൻഫ്ലുവൻസ് ആക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നവര്. കാരണം ഒരു സ്റ്റാർട്ടിങ് ആ ഒരു ലെവലില് ഒരു ഗ്യാങ് ആ ഒരു സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഒരു ഇംഗ്ലീഷ് ക്യാരക്ടറിനെ കൊണ്ടുവരുന്നു. ലോകയിലും കുറച്ച് ഇംഗ്ലീഷുകാരെയൊക്കെ തുടക്കം ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അങ്ങനെ സംഭവം ഒരു ചേർച്ചയില്ലാതെ എന്തൊക്കെ എടുത്തു വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞ ഒരുമാതിരി സീരിയലോ ഷോർട്ട് ഫിലിമോ കണക്കൊക്കെ ഇരിക്കുന്നത്. ആ ക്ലൈമാക്സ് സീനിലൊക്കെ മറ്റേ ആ ഇതും കൊണ്ട് പെട്ടിയും കൊണ്ട് പോയിട്ട് വെള്ളത്തിൽ വീഴുമല്ലോ. വെള്ളത്തിൽ വീണിട്ട് അവിടെ ആ ഒരു സീനിൽ എല്ലാ ക്യാരക്ടേഴ്സിനും ഇവിടെ കൊണ്ടുവന്നത് എന്തെങ്കിലും നിർബന്ധം ഉണ്ടായിരുന്നു എന്ന് സത്യത്തിൽ എനിക്ക് തോന്നുന്നു. അതിന്റെ ആവശ്യം എന്താണ്? അതായത് ആദ്യം ഡ്യൂഡ് സാധനം എടുത്തുകൊണ്ട് പോകുന്നു, അത് കഴിഞ്ഞ ഉടനെ ഷാജി ബാബുന്റെ ചേട്ടൻ വരുന്നു, അത് കഴിഞ്ഞ ഉടനെ ഷാജി ബാബൻ വരുന്നു, ഇവര് വെള്ളത്തിൽ വീഴുന്നു, മറ്റൊരു വെടി വെച്ചിരുന്ന് വെള്ളത്തിൽ വീഴുന്നു. അത് കഴിഞ്ഞ് ഇവര് കരയിൽ വരുമ്പം ഷമീർ വരുന്നു, ഷമീർ വന്നതിന് ശേഷം സാത്താൻ സേവിയർ വരുന്നു. അവിടെ ഇനി ആകെ വരെ ഇന്ദ്രൻസിന്റെ ക്യാരക്ടർ കൊണ്ട് മാത്രമേ ഉള്ളായിരുന്നു. ബാക്കി എല്ലാവരും അവിടെ വന്നു. എന്തിനവിടെ കൊണ്ടുവന്നു? അതാ ഓരോ 30 സെക്കൻഡ് 20 സെക്കൻഡ് വെച്ച് എല്ലാവരും അവിടെ എത്തുന്നു, അവരെ BGM ഇടുന്നു, അവര് എന്തോ കാണിക്കുന്നു, പോകുന്നു. 30 സെക്കൻഡ് 20 സെക്കൻഡ് വന്നിട്ട് പോകുന്നു. എന്തിനവിടെ ആ ഒരു സീനിൽ എല്ലാത്തിനും അവിടെ കൊണ്ടുവന്ന് എത്തിക്കണമെന്നുള്ള എന്താവശ്യമായിരുന്നു? അതിന്റെ ഒരാവശ്യമില്ലായിരുന്നു. അതിൽ ആകെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടിരിക്കാൻ തോന്നിയ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വിനായകന്റെ മറ്റേ ടിപ്പു സുൽത്താനോ അസം ഖാൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഉണ്ടല്ലോ, ടിപ്പു സുൽത്താന്റെ ആ ഒരു ഇതിൽ വരുന്ന ആ സാധനം കൊള്ളായിരുന്നു. അങ്ങേര് വരുന്നതും അങ്ങേരാ ചെയ്യുന്ന കാര്യങ്ങളും ടിപ്പു സുൽത്താന്റെ ആ ഒരു ലെവലിലൊക്കെ കൊണ്ടുവരുന്ന കാര്യങ്ങളോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ, അത് കൊള്ളായിരുന്നു. നമുക്ക് ആ സമയത്തുള്ളൊരു BGMും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ ടിപ്പു സുൽത്താന്റെ ആ ഒരു തുടക്ക എൻട്രി ഒക്കെ ഉണ്ടല്ലോ, ദൂരെ നിന്ന് ടിപ്പുവിന്റെ പടയോട്ടം എന്ന് ടിപ്പു സുൽത്താൻ എന്നൊക്കെ പറഞ്ഞ ഇൻട്രോ ഒക്കെ കൊടുക്കുന്ന സമയത്തുള്ള BGMും കാര്യങ്ങളും അതെല്ലാം ദാറ്റ് വാസ് നൈസ്. അത് മാത്രമേ അത് ഒരു നല്ല മൊമെന്റ് അല്ലെങ്കിൽ ബിഗ് മൊമെന്റ് എന്ന് പറയാനായിട്ട് ഉള്ളായിരുന്നു. ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 1-2 സ്ഥലത്തും കണ്ടൊക്കെ ചിരി വന്നു. ഞാനിപ്പോൾ തിയേറ്ററിൽ പോയിരുന്നു കണ്ടു കഴിഞ്ഞാലും ഫോണിലിരുന്ന് കണ്ടു കഴിഞ്ഞാലും ചിരി വരേണ്ട സ്ഥലത്ത് ഞാൻ ചിരിക്കും. അങ്ങനെയാണ്. ഞാൻ മറ്റേ ഏറെ പിടിച്ചുള്ള പരിപാടിയൊന്നും ഇല്ല. അങ്ങനെയാണ് ഞാൻ ഇരുന്ന് കാണുന്നത്. ഫോണിൽ കണ്ടാലും തിയേറ്ററിൽ കണ്ടാലും ആ ഒരു എക്സ്പീരിയൻസ് വ്യത്യാസമായിരിക്കും. തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കില്ല ഫോണിൽ കാണുമ്പോൾ കിട്ടണം. എന്നാലും എനിക്ക് തമാശ വരുമ്പം എവിടെ ഇരുന്ന് കഴിഞ്ഞാലും ആ തമാശ ആയിട്ട് തന്നെ ഞാൻ ചിരിക്കും. ചിരി വരാനുള്ളതാണെങ്കിൽ ഞാൻ ചിരിക്കും. അങ്ങനെയാണ്. ഇതിൽ എനിക്കൊരു ചിരി പോയിട്ട് ചുണ്ടൊന്ന് ഇളിച്ചത് പോലും എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തിനോ വേണ്ടി ഒരു സീരിയലോ ഷോർട്ട് ഫിലിമോ കണക്ക് ചുമ്മാ കുറെ ക്യാരക്ടേഴ്സ് വരുന്നു, BGM ഇവിടുന്ന് പോകുന്നു, ആ ഒരു ലെവലില്. കഥയുണ്ടെന്ന് വെച്ചാൽ കഥയുണ്ട്, അവരെന്തോ കഥയായിട്ട് കൊണ്ടുവരാനൊക്കെ നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിന്റെ ഒരു ഡയറക്ഷന്റെ നിന്നാണോ ഒരു മേക്കിങ്ങിന്റെ നിന്നാണോ ഒരു ഗുമ്മ കിട്ടിയില്ല ആ സാധനത്തിന്. ആട് 1ഉം 2ഉം കണക്ക് സാധാ രീതിയിൽ ഇവർക്ക് ആ ഒരു കോമഡി കാര്യങ്ങൾ അങ്ങനത്തെ ആ ലെവലിൽ ഈ സാധനം അങ്ങ് എടുത്ത് എന്തെങ്കിലും ഒരു 3 അതിന്റെ ഒരു സെക്കൻഡ് പാർട്ട് ആ ഒരു ലെവലിൽ അങ്ങനെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. എന്തിനകത്ത് അനാവശ്യമായിട്ട് കുറച്ച് ഫിക്ഷനും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്ന് കയറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിടുത്തമില്ല. ഇത് എന്തിനായിരുന്നു? പിന്നെ ആ ഒരു ലേഡി ക്യാരക്ടർ തേച്ചിട്ട് പോകുന്നു, അല്ലെങ്കിൽ അതും ഷാജി ബാപ്പന്റെ കയ്യിൽ നിന്ന് പോകുന്നു എന്നുള്ളൊരു ലെവലിൽ കാണിക്കാൻ അവിടെ അതിനെയൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യം എന്തിനായിരുന്നു?
പിന്നെ ക്ലൈമാക്സ് സീനിൽ മാത്രം ഒന്ന് ചിരി വന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ആ ടൈം ട്രാവൽ നടന്ന് കഴിഞ്ഞ് വന്നിട്ട് മറ്റേ രാജാവ് വന്ന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നിൽക്കുമല്ലോ, ആ സമയത്ത് ഭവതി എന്നൊക്കെ വിളിച്ചിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ സത്യത്തിൽ കൊള്ളായിരുന്നു. അത്യാവശ്യം കുറച്ച് ചിരി കണക്കൊക്കെ വന്ന് ആ രാജാവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഇതിനകത്ത് ആരുടെ അഭിനയം മോശമല്ല, അഭിനയത്തിന്റെ പ്രോബ്ലം കാര്യമൊന്നുമല്ല. പക്ഷെ ഒരു ഡയറക്ഷൻ്റെതോ ഒരു മേക്കിങ്ങിൻ്റെതോ സ്ക്രിപ്റ്റിൻ്റെതോ ആയ എന്തോ ഒരു സംഭവം കാരണം ഈ പടം ഒരു സിനിമ കാണുന്ന ഫീലിൽ പറ്റുന്നില്ല. കാരണം കൂട്ടിക്കുഴച്ചൊരു അവിയൽ പരുവത്തിൽ ഷോർട്ട് ഫിലിം എടുത്ത് വെച്ചേക്കുന്ന ഒരു ഫീല്. ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു ക്ലൈമാക്സ് സീനിൽ എല്ലാവരെയൊക്കെ അടുക്കി അവിടെ ചുമ്മാ ഓരോ 30 സെക്കൻഡ് കഴിയുമ്പോൾ ഓരോ ക്യാരക്ടർ വന്ന് ബീജിയം മുട്ടങ്ങ് പോവുകയാണ്. എന്തടേ, എന്തിനായിരുന്നു അങ്ങനത്തെ ഒരു സംഭവം? സോ അപ്പോൾ ആടുതലിയുടെ കാര്യം പറഞ്ഞു തന്നെ സീരിയസ്ലി പ്രതീക്ഷിച്ചതും ഒരു ഹൈപ്പും കാര്യങ്ങളും ട്രെയിലറൊക്കെ കണ്ടതിന് അതൊരു ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ സത്യം പറഞ്ഞ ഒരു വർത്ത് പടമായിരുന്നു. ഒരു എന്തിനാ വേണ്ടി എടുത്തു വെച്ച സാധനം, അവർക്ക് ആ ഫിക്ഷൻ ഒന്നും കൊണ്ടുവരാതെ തന്നെ മര്യാദയ്ക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ഒരു ഇതായിരുന്നു. ഇത് ഒരു എൻജോയ്മെന്റും തോന്നിയില്ലേ. ആട് 3 എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷാജിപ്പാപ്പനും പിള്ളേരും വീണ്ടും വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രതീക്ഷിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പൊ ചിലർ പറയുമായിരിക്കും നീ ഫോണിൽ കണ്ടോണ്ടായിരിക്കും കൂടെ, അല്ലെങ്കിൽ നോ ലോജിക് പ്യുവർ മാഡ്നസ് എന്ന് പറഞ്ഞ സാധനമൊക്കെ കമന്റൊക്കെ പൊക്കിക്കൊണ്ട് വരുമായിരിക്കും. പക്ഷെ എന്നാലും ലോജിക്ക് ഞാൻ നോക്കില്ല. ലോജിക്ക് നോക്കി പറയാനാണെന്നുണ്ടെങ്കിൽ സാത്താൻ സാഹിബ് പെട്ടി നോക്കിക്കൊണ്ട് പോണ സമയത്ത് അവർ ഓൾറെഡി ഈ വഴി വരുമെന്ന് പ്രൊഡിക്ട് ചെയ്ത ഒരു വെടിയൊക്കെ അവിടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അതൊക്കെ എങ്ങനെ സംഭവിക്കുമെന്നൊക്കെ ചോദിച്ചാൽ അതൊക്കെയാണ് ഓക്കെ ലോജിക്ക് വെച്ച് സംസാരിക്കണം. അങ്ങനെ ലോജിക്ക് വെച്ചല്ല പറഞ്ഞ, ഒരു കോമഡി നോ ലോജിക്ക് പടമാണെങ്കിൽ പോലും ഇത് കണ്ടിരിക്കുക ഒരു സുഖമില്ലായിരുന്നു, ഒരു ഇതുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എനിക്ക് ആട് 3 എന്ന് പറഞ്ഞ സാധനം ഫീൽ ചെയ്തത്. അപ്പോൾ ആട് 3യുടെ ആഫ്റ്റർ OTT വാച്ച് സ്പോയിലർ കാര്യങ്ങൾ പറഞ്ഞുള്ള എൻ്റെ റിവ്യൂ, എൻ്റെ അഭിപ്രായം കഴിഞ്ഞിരിക്കുന്നു. See you in the next video. Until then, bye bye.